നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻ പറഞ്ഞ് നമ്മൾ നിർത്തുക ചെയ്തത്. നമ്മൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായിട്ട്, ഇത് ലാസ്റ്റ് സെക്ഷൻ കാണാത്തവർക്കായിട്ട് ഞാൻ കുറച്ച് മുന്നിൽ പറയാം. ഒരു കാറിന്റെയും സ്കൂട്ടറിന്റെയും വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നേക്കുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 15 സെക്കൻഡ് കഴിഞ്ഞപ്പോഴുള്ള അവരുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ വ്യത്യാസം. കേട്ടോ, ആരാ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ വ്യത്യാസം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the time at which the car will catch up with the scooter are respectively. ഇവർ എപ്പോൾ ഒരുമിച്ചാകുന്നുള്ളൂ, എത്ര നേരം കൊണ്ട് അവർ ഒരുമിച്ചാകുന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടല്ലേ. ടൈം അറ്റ് വിച്ച് ദ കാർ വിൽ ക്യാച്ച് അപ്പ് വിത്ത് ദ സ്കൂട്ടർ. ഓ, അപ്പൊ പിന്നെ ആരായിരിക്കും മുമ്പിൽ? സ്കൂട്ടർ ആയിരിക്കും മുമ്പിൽ. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അവർ തമ്മിലുള്ള ഇപ്പോഴത്തെ 15 സെക്കൻഡ് കഴിഞ്ഞപ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ വ്യത്യാസം കേട്ടോ, എത്ര ദൂരം നമ്മൾ അവർ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. രണ്ട് വണ്ടികളല്ലേ ഉള്ളേ. ഇതിപ്പോ ഗ്രാഫ് വരയ്ക്കേണ്ട, പടം വരച്ചേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്നാ, ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടി വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ മതി. 15 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കാണണ്ടേ. അപ്പൊ നമുക്ക് ആദ്യം സ്കൂട്ടറിന്റെ കാണാം. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സ്കൂട്ടർ. സ്കൂട്ടറിന്റെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, എളുപ്പമാണ് ഏരിയ കാണാനായിട്ട്. ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്രയാ? 15. ഹൈറ്റ് എത്രയാ? 30. 15 ഇൻറ്റു 30 എത്രയാ? 450. ഇത്രയും മീറ്റർ ആണ് ഇപ്പൊ ആരുള്ള സ്കൂട്ടറുള്ള. സ്കൂട്ടറിന്റെ ഡിസ്പ്ലേസ്മെന്റ് 450 മീറ്റർ ആണ്. എഴുതാമേ, നമുക്കത് കാറിനെ നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് കാർ, അതൊരു ട്രയാങ്കിൾ ആണ്. അതിന്റെ ഏരിയ ഹാഫ്, ബേസ് എന്നതാ 15, ഹൈറ്റോ 45. അതിന്റെ കാൽക്കുലേറ്റർ വേണം അല്ലേ. 45 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 2, 337.5 മീറ്റർ. അപ്പൊ ആരാ മുമ്പില്? സ്കൂട്ടർ. കാരണം അവൻ 450 മീറ്റർ ആണ് ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ്. കാറിന്റെ 337.5 ഉള്ളൂ. അപ്പൊ ആരാ മുമ്പില്? സ്കൂട്ടർ. കാറ് പറയില്ല. എത്രത്തോളം ഗ്യാപ്പിലാ വ്യത്യാസം? കുറച്ച് നോക്കി. എസ് ഓഫ് സ്കൂട്ടർ മൈനസ് എസ് ഓഫ് കാർ. 450 മൈനസ് 337.5, 112.5 മീറ്റർ. 12.5 അല്ലേ? അതെ. ഓപ്ഷൻ നോക്കിയേ. ഇതോ ആവാം അല്ലേ. ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്ര? 112.5 മീറ്റർ ആണ്. ഇതാണ് ആഫ്റ്റർ 15 സെക്കൻഡ് ഇവർ തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് വ്യത്യാസം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഇനി ഇവർ എത്ര നേരം കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ എത്രാമത്തെ സമയത്തിൽ അവർ ഒരുമിച്ചാകുന്നു? കാറ് സ്കൂട്ടറിനെ എപ്പോ പിടിക്കുന്നു? ഈ രണ്ട് ഓപ്ഷൻ നമ്മുടെ ഉള്ളത്. കാണുമ്പോൾ തന്നെ ഒരു ഓപ്ഷൻ നെഗ്ലക്ട് ചെയ്യാം, എടുത്തു കളയാം. ഏതാ? ഇവൻ. കാരണം എന്നാ, 15ാമത്തെ സെക്കൻഡിലാണോ അവർ ഒരുമിച്ചാകുക? 15ാമത്തെ സെക്കൻഡിൽ ഓൾറെഡി അവർ ഇത്രയും ഗ്യാപ്പിലാണ് അല്ലേ. ഈ കാര്യം പറഞ്ഞോണ്ടാണ്. അപ്പൊ ഇതല്ല, ഈ കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോന്റെ അവസാനം നിർത്തിയത്. ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത അത് തന്നെയാണ്. നമുക്ക് ബാക്കിയുള്ള ആൻസർ കാണാൻ അറിയണം എന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. നമുക്കിനി അതിലേക്ക് എങ്ങനെ എത്താൻ നോക്കാം. നോക്കിയേ, ഇപ്പൊ കാറിന്റെ വെലോസിറ്റി എത്രയാ? 45. യൂണിഫോം അല്ലേ. അപ്പൊ കാറ് നോക്കി, ഇവര് തമ്മിൽ ഇവിടെ വെച്ച് മീറ്റ് എന്ന് വിചാരിക്കാം കേട്ടോ. ഇവിടെ വെച്ച് ഈ രണ്ടുപേരും, കാറും ബൈക്കും മീറ്റ് ചെയ്യും. കാർ എന്തോരം ദൂരം സഞ്ചരിച്ചു? സ്കൂട്ടർ എന്തോരം ദൂരം സഞ്ചരിച്ചു? സ്കൂട്ടറിന്റെ സ്പീഡ് എത്രയാ? 30. അപ്പൊ 30 ഇൻറ്റു ടി സഞ്ചരിച്ചു. കാറോ? കാറിന്റെ സ്പീഡ് ഇപ്പൊ 45. അപ്പൊ 45 ഇൻറ്റു ടി ദൂരം സഞ്ചരിച്ചു. കാറ് സഞ്ചരിച്ച ദൂരം ഇത്രയും, 45 ഇൻറ്റു ടി. സ്കൂട്ടർ സഞ്ചരിച്ച ദൂരം 30 ഇൻറ്റു ടി ആണ്. അതിന്റെ കൂടെ ഈ ദൂരം കൂട്ടിയാല് കാറ് സഞ്ചരിച്ച ദൂരം കിട്ടുമല്ലോ. അപ്പൊ അതാണ് ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നത്. 30 ഇൻറ്റു ടി പ്ലസ് 112.5. ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോ. അപ്പൊ 15 ടി ഈസ് ഈക്വൽ ടു 112.5.
112.5 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ടി കിട്ടും. ടി ഈക്വൽ ടു 7.5 സെക്കൻഡ്സ്. അപ്പോൾ എത്ര സമയം കഴിഞ്ഞാൽ ഇവർ മീറ്റ് ചെയ്യും? 15 പ്ലസ് 7.5 എത്രയാ? 22.5 സെക്കൻഡ്സ്. ഇതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ കേട്ടോ. അതൊന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടോ. ആൻസർ ചെയ്യുമ്പോൾ എ പാർട്ടിക്കിൾ ഈസ് ത്രോൺ വെർട്ടിക്കലി വിത്ത് വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. ഒരു പാർട്ടിക്കിൾ ഇവിടുന്ന് ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് the distance traveled by the particle in first 3 seconds. First 3 seconds സഞ്ചരിച്ച ഡിസ്റ്റൻസ്. B question, displacement of the particle in 3 seconds. B ചോദിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ട്വന്റി മീറ്റർ പെർ സെക്കൻഡിൽ ഞാനൊരു ബോൾ എറിഞ്ഞാല് എത്ര സെക്കൻഡ് കഴിഞ്ഞാൽ ഈ ബോൾ നിൽക്കും? നോക്കി, സാധാരണ എൻട്രൻസ് കോച്ചിങ് സെന്ററിലൊക്കെ ഇതിലൊക്കെ ട്രിക്ക് പഠിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചു, നമുക്ക് ഇവിടെ തന്നെ നമുക്ക് തന്നെ സ്വയം ട്രിക്ക് ഡിഫൈൻ ചെയ്യാം, അല്ല ഉണ്ടാക്കിയെടുക്കാം. V ഈക്വൽ ടു U പ്ലസ് എ ടി ആണല്ലോ. ഇത് മുകളിലേക്കാണ് പോകുന്നത് ഒരു ബോൾ. V വെലോസിറ്റി ഞാൻ മുകളിലേക്ക് എറിഞ്ഞു, U വെലോസിറ്റി ഞാൻ മുകളിലേക്ക് എറിഞ്ഞു, G എപ്പോഴും താഴേക്കായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ എന്നാ വരും? V is equal to U minus G into T. G എന്താക്കി എടുക്കാം? 10 ആക്കി എടുക്കാം കേട്ടോ. തന്നിട്ടില്ലെങ്കിൽ 9.8 മതി. ഈ ക്വസ്റ്റ്യനിൽ G 10 എടുക്കാം കേട്ടോ. കാരണം അവർ ആൻസർ എടുത്തേക്കുന്നത് G 10 എടുത്തിട്ടാണ്. പ്രത്യേകം പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും അവർ ആൻസർ എടുത്തേക്കുന്നത് 10. നോക്കി, ഒരു കല്ലെടുത്ത് ഞാൻ മുകളിലേക്ക് എറിഞ്ഞാൽ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണ്, അത് ഉറപ്പാണ്. അപ്പോൾ U മൈനസ് G ഇൻറ്റു ടി. U ഈക്വൽ ടു G ഇൻറ്റു ടി. നിങ്ങൾ 10 മീറ്റർ പെർ സെക്കൻഡ് എഴുതുന്ന വിചാരിച്ചു കേട്ടോ. അപ്പൊ U 10 ആണെങ്കിൽ 10 ഈക്വൽ ടു G 10 ഇൻറ്റു ടി. അപ്പൊ T ഈക്വൽ ടു 10/10 വെട്ടിപ്പോയി 1. 10 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞാൽ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ആ ബോൾ നിൽക്കും എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നെങ്കിലോ? G ഇൻറ്റു ടി. അപ്പൊ T ഈക്വൽ ടു 20/10 വെട്ടിപ്പോയ ബാക്കി എന്ത് വരും? 2. അപ്പൊ നമുക്ക് ലോജിക് മനസ്സിലായി കാണും. 20 മീറ്റർ പെർ സെക്കൻഡിൽ എറിയുന്നെങ്കിൽ 2 സെക്കൻഡ് കഴിയുമ്പോൾ ആ ബോൾ നിൽക്കും. അങ്ങനെ 30 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞാലോ? 30 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ G ഇൻറ്റു ടി. 30 ഡിവൈഡ് ബൈ G 10 വെട്ടിപ്പോയ 3 സെക്കൻഡ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ നിങ്ങൾ നോക്കി, ഈ ഒരു ബോൾ എറിയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടിയ ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം അവൻ എത്ര സെക്കൻഡിലാണ് ബോൾ മുകളിൽ എത്തുന്നതെന്ന്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ഫസ്റ്റ് 3 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. 20 മീറ്റർ പെർ സെക്കൻഡിൽ ബോൾ എറിഞ്ഞാൽ എനിക്കറിയാം 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും അവൻ അവിടെ മാക്സിമം ഹൈറ്റിൽ എത്തിയിട്ട് പിന്നെ അവൻ തിരിച്ചു വന്നിട്ടുണ്ടാവും അല്ലേ? അതായത് 2 സെക്കൻഡ് ആയപ്പോഴേക്കും അവൻ മുകളിലെത്തി. അപ്പൊ 3ാമത്തെ സെക്കൻഡ് എന്ന് പറഞ്ഞാല് അവൻ താഴേക്ക് വന്നു കഴിഞ്ഞു. ഇവിടെയാണ് അവൻ ആ ക്വസ്റ്റ്യന്റെ എല്ലാം കിടക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ മുകളിൽ പോയത്, അതിനുശേഷം താഴെ വരെ എത്തിയത്, ടോട്ടൽ കൂട്ടണം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലോ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ആ വ്യത്യാസം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ ഫസ്റ്റ് 3 സെക്കൻഡ്സ്. ഞാൻ കണ്ടുപിടിച്ചു 2 സെക്കൻഡ് കൊണ്ട് 2 സെക്കൻഡ് കൊണ്ട് ബോഡി എവിടം വരെ എത്തും? ഇവിടം വരെ എത്തും. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ is equal to distance in first 2 seconds. First 2 seconds plus distance traveled in next 1 second. ഇത് കൂട്ടിയാൽ പോരെ? ഫസ്റ്റ് 2 സെക്കൻഡിൽ ഇത്രയും ദൂരം S is equal to ut plus half at square എന്നുള്ള ഇക്വേഷനിൽ
സൈനും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. യു മുകളിലേക്കാണ്, ടി 2 സെക്കൻഡ്സ് ആണ്. അവിടെ കിടക്കട്ടെ, അടുത്തില്ല അപ്ലൈ ചെയ്യാം. ടി തൽക്കാലം ടി കിടക്കട്ടെ. ആക്സിലേഷൻ മൈനസ് ജി ആണ്. അപ്പൊ ഇതെന്തായി? മൈനസ് ജി ആയി. പ്ലസ് നെക്സ്റ്റ് 1 സെക്കൻഡിലുള്ള നെക്സ്റ്റ് മോഷൻ ഫ്രീലി ഫോളിംഗ് ബോഡിയാണ്. അവിടെ നിങ്ങൾ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ കൊടുത്താൽ നോക്കി എന്നാ വരും? യു ടി ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലേ, പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നോക്കി ഇവിടെ ഞാൻ മൈനസ് കൊടുക്കുന്നില്ല. കാരണം എന്നാ? എനിക്ക് ഡിസ്റ്റൻസ് ട്രാവൽ അറിയണ്ടേ. അപ്പൊ എനിക്ക് എന്നാ ചെയ്യണ്ടേ? ഞാൻ ഡിസ്റ്റൻസ് ട്രാവൽ കാണാൻ വേണ്ടി ഞാൻ ഇതിന്റെ മുകളിലേക്ക് പിന്നെ താഴേക്ക് ഈ ഡിസ്റ്റൻസും കൂടി കൂട്ടുക വേണ്ടേ. അതുകൊണ്ട് ഞാൻ ഇവിടെ മൈനസ് എടുക്കുന്നില്ല കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ഇൻറ്റു ടി ഇനിഷ്യൽ വെലോസിറ്റി 20 ഇൻറ്റു 2 സെക്കൻഡ് മൈനസ് ഹാഫ് ഇൻറ്റു ജി എത്രയാ? 10 ഇൻറ്റു ടി സ്ക്വയർ 2 സ്ക്വയർ അതെത്രയാ? 2 സ്ക്വയർ ഇടാം. പ്ലസ് യു ഇൻറ്റു ടി ഇനിയുള്ള മോഷൻ ഇവിടുന്ന് താഴേക്കുള്ളതാണ്. ഇപ്പൊ യു ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. പ്ലസ് ഹാഫ് ഇൻറ്റു ജി 10 ഇൻറ്റു ടി സ്ക്വയർ. ടൈം എത്രയാ? 1 സെക്കൻഡ്. അപ്പോൾ 1 സ്ക്വയർ. 20 ഇൻറ്റു 2 40 മൈനസ് നോക്കി 5 ഇൻറ്റു 4 20 പ്ലസ് ഹാഫ് ഇൻറ്റു 10 5 എത്ര കിട്ടി? 25 മീറ്റർ. ഇതാണ് ആൻസർ. ഇതാണ് ഡിസ്റ്റൻസ് ട്രാവൽ. ഇത് നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി എന്തുകൊണ്ട് അവിടെ മൈനസ് എടുക്കാത്തതെന്ന്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം പ്ലസ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം, അപ്പോൾ ഹാഫ് എ ടി സ്ക്വയർ അത് വെച്ചിട്ട് കൂട്ടി അങ്ങനെ വിചാരിച്ചാലും മതി. ഇത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണണ്ടേ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം. ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാ? നമ്മൾ കണ്ടുപിടിച്ച ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? ഈ ദൂരം അതായത് ഈ ദൂരം, അതായത് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 1 സ്ക്വയർ എത്ര കിട്ടിയേ? 5 അവിടെ കിട്ടിയേ. ഇതാണ് 5 മീറ്റർ. അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് ഈ ദൂരം ഇത് എത്രയാ? 20 മീറ്റർ. ഈ ദൂരം എത്രയാ? 20 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് ബോഡി ഇവിടെയായിരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വരവൊക്കെ താഴേക്ക്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഡിസ്പ്ലേസ്മെന്റ് എവിടെയാ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, അത് പോസിറ്റീവ് 20, കാരണം ഇവിടുന്ന് മുകളിലേക്കല്ല നടക്കുന്നത്. അപ്പോൾ പ്ലസ് 20 മീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് സെക്കൻഡ് ആൻസർ 20 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് 25ഉം ഡിസ്പ്ലേസ്മെന്റ് 20. ഇതാണ് ആൻസർ കേട്ടോ. ഫോർ എ പാർട്ടിക്കിൾ മൂവിംഗ് along x-axis, velocity is given as a function of time as v equal to 2t square plus sin t. At t equal to 0, particle is at origin. Find the position as a function of time. Pure integration. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആ 5-6 വീഡിയോ എന്തായാലും കാണണേ. അതായത് ബേസിക് മാത്തമാറ്റിക്സ് എന്നുള്ള പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. വെലോസിറ്റി വന്നിട്ടുണ്ട്. നമ്മളോട് എക്സ് പൊസിഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആലോചിച്ചേക്കുന്നത് എന്നതാണ്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാല് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. തന്നിട്ടുണ്ടോ? എന്നതാ? 2t സ്ക്വയർ പ്ലസ് സൈൻ ടി. അങ്ങനെയാണെങ്കിൽ dx ഇവനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ, 2t സ്ക്വയർ പ്ലസ് സൈൻ ടി ഇൻറ്റു ഡി ടി. ഞാൻ ഇവനെ അടുത്ത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എനിക്കിനി എക്സ് ഫംഗ്ഷൻ ഓഫ് ടി ആ കാണുന്നത്. ഇവിടെ ഡി ടി ആ, ഇവിടെ ഡി എക്സ് ആ. ഒഴിവാക്കാനായിട്ട് ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2t സ്ക്വയർ പ്ലസ് സൈൻ ടി ഡി ടി. ഇത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്.
ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഞാൻ ചെയ്താൽ ഒരു കോൺസ്റ്റന്റ് വരും സി അല്ലേ. ഇപ്പൊ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്യാനായിട്ട് ഇവര് എന്തെങ്കിലും ക്ലൂ തന്നിട്ടുണ്ടോ? അറ്റ് ടി ഈക്വൽ ടു 0 ബോഡി ഈസ് അറ്റ് ഒറിജിൻ. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം. ബോഡി 0 തൊട്ട് ട്രാവൽ ചെയ്തെന്ന് വിചാരിക്കാം. 0 ആണെങ്കിൽ ബോഡി ഈസ് അറ്റ് ഒറിജിൻ, ടൈം 0 ആണെങ്കിൽ ബോഡി ഈസ് അറ്റ് ഒറിജിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ അല്ലേ ടൈമിന്റെ വേരിയബിൾ. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം കൊടുത്തു ടൈം 0, ബോഡി ഈസ് അറ്റ് ഒറിജിൻ. ടി സമയം സഞ്ചരിച്ചു നമ്മൾ വിചാരിക്കാം. അങ്ങനെ ഞാൻ വിചാരിക്കുകയാണ് ബോഡി എക്സ് ദൂരം സഞ്ചരിച്ചു. അപ്പൊ ഇന്റഗ്രൽ 0 to x dx is equal to integral 0 to t this ആണ്. ഇന്റഗ്രൽ 0 to x dx, ഇന്റഗ്രൽ dx എന്താ? x. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഞാൻ അപ്ലൈ ചെയ്യും. എക്സും 0. വലത് സൈഡില് 2t² പ്ലസ് sin t, അതിന്റെ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്ത് t², 2ന്റെ കോൺസ്റ്റന്റ് പുറത്തെടുത്തു, t²ന്റെ t³/3 sin t-ന്റെ ഇന്റഗ്രേഷൻ എന്നതാ? മൈനസ് കോസ് ടി. അപ്പർ ലിമിറ്റ് t ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. ഞാൻ അപ്ലൈ ചെയ്തോ. ആദ്യം ഞാൻ അപ്പർ ലിമിറ്റ് കൊടുക്കണം, x മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് കൊടുത്തു 2t³/3 മൈനസ് കോസ് ടി മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തേ 2t³ 203 മൈനസ് 20³ അല്ല കേട്ടോ, 2 × 0³ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ, മനസ്സിലാകാത്ത പിള്ളേർ ഉണ്ടാവുകയും. മൈനസ് കോസ് 0 ഇത് അങ്ങനെ തന്നെ വരും. 2t³/3 x മൈനസ് 0 എന്നതാ? x 2t³/3 മൈനസ് കോസ് ടി മൈനസ് ഇത് 0 ആയിപ്പോയി, മൈനസ് കോസ് 0 ഇപ്പൊ പ്ലസ് 1. കോസ് 0 1 അല്ലേ? ഇതാണ് പൊസിഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഇതാണ് ആൻസർ. ഒരു കണക്ക് എഴുതിക്കോ. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ 200 meter high and at the same time another is projected vertically upwards from the ground with a velocity of 50 meter per second. Find where and when the two will meet. ഒരു 200 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു കെട്ടിടം, എത്ര മീറ്റർ? 200 മീറ്റർ. ഇതിന്റെ മുകളിൽ നിന്ന് ഒരു കല്ല് ഡ്രോപ്പ് ചെയ്യും. അതേസമയം ഇവിടെ നിന്ന് ഒരു കല്ല് 50 മീറ്റർ പെർ സെക്കൻഡിൽ 50 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലേക്ക് എറിയുക. ഇവർ എവിടെ വെച്ച് കണ്ടുമുട്ടുന്ന ചോദിച്ചേക്കുന്നത്. പിന്നെ വിചാരിക്കുകയാണ് ഇവൻ ഇങ്ങോട്ടേക്ക് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? ഒരു എക്സ് ദൂരം. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എത്രയാണ്? 200 മൈനസ് എക്സ്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ഫോൾ. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at² എന്ന് പറഞ്ഞാൽ u × t, u ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോ ഹാഫ് gt². ഇവനോ x ഇസ് ഈക്വൽ ടു ഇത് എത്ര ദൂരം? x ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at² എന്നുള്ള ഇക്വേഷൻ. u × t ഇവിടെ മൈനസ് വരും, കാരണം ഗ്രാവിറ്റി താഴേക്കാണ് അല്ലേ. ഇവിടെ ഞാൻ ഈ ദൂരം എടുത്തത് ഹാഫ് gt² മാത്രം എടുത്തേക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ഡിസ്പ്ലേസ്മെന്റ് താഴേക്ക്, രണ്ട് സൈഡിലും മൈനസ് വന്നു. മൈനസ് മൈനസ് മൈനസും മൈനസും വെട്ടിപ്പോയി, കാരണം ഡിസ്പ്ലേസ്മെന്റ് താഴേക്ക് അളക്കുന്നത്, ഇവൻ താഴേക്ക് വരുന്നത് അല്ലെ. അപ്പൊ രണ്ടും മൈനസ് കൊണ്ട് വെട്ടിക്കളഞ്ഞു കേട്ടോ. ut മൈനസ് ഹാഫ് gt². ഓക്കെ, x ഈക്വൽ ടു ut. u എത്രയാണ്? 50t. ഹാഫ് g 10 എടുത്തു. g 10 എടുക്കാൻ പറഞ്ഞിട്ടില്ല അല്ലേ. g × t². 10 എടുത്തു, അത് എളുപ്പം അല്ലേ. വേണ്ട, പറയാത്തത് കൊണ്ട് 9.8 തന്നെ എടുക്കാം. ഹാഫ് 9.8 എന്ന് പറഞ്ഞാൽ 4.9 t². അപ്പൊ ഇവിടെ നോക്കി
200 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. ജി ഹാഫ് ജി എന്ന് പറഞ്ഞാൽ 4.9 ടി സ്ക്വയർ. പിന്നെ നമുക്ക് ഈ എക്സിന് ഇവിടെ ഇട്ട് കൊടുക്കാം. 200 കൊടുക്കാം. 200 മൈനസ് എക്സിന് പകരം എന്ത് കൊടുക്കാം? 50 ടി മൈനസ് 4.9 ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4.9 ടി സ്ക്വയർ. 200 മൈനസ് 50 ടി മൈനസും മൈനസും എന്നാ വരും? പ്ലസ് വരും അല്ലേ? അപ്പൊ പ്ലസ് 4.9 ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4.9 ടി സ്ക്വയർ. ഇത് വെട്ടിപ്പോയല്ലോ. അപ്പൊ 200 ഇസ് ഈക്വൽ ടു 50 ഇൻറ്റു ടി. അപ്പോ ടി ഇസ് ഈക്വൽ ടു 200/50. അതെത്രയാ? 4 സെക്കൻഡ്സ്. 4 സെക്കൻഡ് കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? കൂട്ടിമുട്ടുന്നു. സിമ്പിൾ കണക്ക് അല്ലേ? എവിടെ വെച്ചാലും കൂടിയുണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും പൊടിയുടെ കാര്യം എടുക്കാം. ഇതെടുത്തു. എക്സ് ഇസ് ഈക്വൽ ടു 50 ഇൻറ്റു ടി എത്രയാ? 4 മൈനസ് 4.9 ഇൻറ്റു 4ന്റെ സ്ക്വയർ. 200 മൈനസ് 4.9 ഇൻറ്റു 4 സ്ക്വയർ. പെട്ടെന്ന് ഓടിച്ചേ. 78.4 മൈനസ് 200 എത്രയാ? 121.6. അതായത് ഈ ദൂരം എത്രയാ? 121.6 മീറ്റർ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ 121.6, ഇതാണെങ്കിൽ 200 മൈനസ് 121.6. അതന്നെ ആൻസർ. അതന്നെ ആൻസർ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ ആൻസർ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. നമുക്ക് എൻട്രൻസ് ആണല്ലോ. എൻട്രൻസ് പിന്നെ യൂണിറ്റ് ഒന്ന് കാലത്തുണ്ടാവും, അല്ലെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓപ്ഷൻ കറക്റ്റ് പറയും. അടുത്ത കണക്ക് നമ്മുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് കണക്കാണ്. അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഈ സൈൻ കൺവെൻഷൻ പക്ക നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കണക്കാണ്. എഴുതിയെടുത്തു. എ ബലൂൺ ഈസ് റൈസിംഗ് അപ്പ് വെർട്ടിക്കലി വിത്ത് എ വെലോസിറ്റി ഓഫ് 30 meter per second. A small body releases from it reaches the ground 12 seconds after it is dropped. Find the height from which the body was released. അപ്പോൾ ഒരു ബലൂൺ പാരച്യൂട്ട് ഇങ്ങനെ കണ്ടേ ഇങ്ങനെ ഇരിക്കുന്നത് താഴെ അറിയാം അത് വരുന്നത്. എന്തായാലും ആവട്ടെ. ഇവിടുന്ന് ഒരു കല്ലെടുത്ത് താഴേക്ക് ഇടുക. 12 ഈ ബലൂൺ എത്ര മീറ്റർ പെർ സെക്കൻഡില? 30 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 12 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ കല്ല് താഴെ വന്ന് വീണു. അങ്ങനെയാണെങ്കിൽ എത്രയാ ഈ ഹൈറ്റ് എന്ന് ചോദിച്ചേക്കുന്നത്? S is equal to ut plus half at സ്ക്വയർ എടുക്കാൻ കാരണം ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചേക്കുന്ന ടൈമാ തന്നേക്കുന്ന, ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, എല്ലാം ഇതിലുണ്ട്. ഇനി സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. നോക്കി, ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? h. കല്ലിനെ സംബന്ധിച്ചിടത്തോളം കല്ല് താഴേക്കാണ് പോകുന്നത്. ഒറിജിനലി ഇവിടെയായിരുന്നു, അവൻ താഴേക്കാണ് പോകുന്നത്. അപ്പൊ മൈനസ് h ഇസ് ഈക്വൽ ടു u ഇൻറ്റു ടി. ഇത് സംശയം വരും, ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്തതെന്ന്. ഡ്രോപ്പ് ആണോ? അല്ല. ഡ്രോപ്പ് ആണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി എന്നാ വരും? 0 വരും. ഈ ബലൂൺ മുകളിലേക്ക് 30 മീറ്റർ പെർ സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ കല്ല് ആ ബലൂണിൽ ഇടുന്ന ആ ജസ്റ്റ് ആ ഒരു മൊമെന്റില് കല്ലിന് സ്പീഡ് ഉണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ്. അവൻ എങ്ങോട്ടാ പോകുന്നത്? മുകളിലേക്ക്. അപ്പൊ ഇവിടെ പ്ലസ് 30 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്. അപ്പൊ 30 ഇൻറ്റു ടി. ടി എത്രയാ? 12. ഇനി ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയോ? അത് താഴേക്കാണ്. അപ്പൊ ഇവിടെ മൈനസ് ഹാഫ് ജി ഇൻറ്റു 12 സ്ക്വയർ. ജി തന്നിട്ടില്ല 10 എടുക്കണമെന്ന്, അതുകൊണ്ട് 9.8. ഹാഫ് 9.8 എന്ന് പറഞ്ഞാൽ 4.9. ഇതാണെന്ത്? മൈനസ് എച്ച്. അപ്പൊ കണ്ടുപിടിച്ചോ എത്രയാന്ന്? ചെയ്ത് നോക്കിയോ?
30 × 12 360 4.9 705.6 മൈനസ് ചെയ്യുമ്പോൾ -345.6 ഇത് എന്നതാ മൈനസ് എച്ച് ആണ്. അതുകൊണ്ട് എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് മൾട്ടിപ്ലൈ എച്ച് ഇസ് ഈക്വൽ ടു 345.6 മീറ്റർ കേട്ടോ. ഇവിടെ പിന്നെ ഈ സൈൻ ഇട്ടുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. മൈനസ് വന്നപ്പോൾ മൈനസ് വെട്ടി കളഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് അല്ലായിരുന്നു, തോന്നിയതാ ഇമ്പോർട്ടൻസ് ആണ്. ശരിക്കും ഇത് ഈ സൈൻ കൺവെൻഷനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഒരു വീഡിയോക്കകത്ത് ചെയ്തായിരുന്നു അല്ലേ. മുൻകാലത്ത് ഒരു നീറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തായിരുന്നു. ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിയുന്ന കണക്ക് അല്ലെ. ഇവിടുന്ന് u/m/s മുകളിലേക്ക് എറിയുന്നു, കല്ല് t സമയം കൊണ്ട് താഴെ എത്തുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ സന്ദേശം ഈ സമയം കാണുന്ന ഒരു കണക്കായിരുന്നു അത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 5 സെക്കൻഡ് എന്നുള്ള എഴുതിയൊരു കണക്ക്. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഒക്കെ. ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ആ കണക്കൊന്നും. അപ്പം നോക്കിയേ, ഇത് പഠിച്ചോളാം. നമ്മുടെ 3ാം പാഠത്തിന്റെ ഏകദേശം അത്യാവശ്യം കുറച്ച് കണക്കുകളൊക്കെ ചെയ്തു. ബാക്കി നല്ല നല്ല ഗൈഡുകൾ നോക്കി പഠിച്ചോളാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി അടുത്ത പാഠത്തിലേക്ക് കയറാം.